ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. അത് ആദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. ഇത് ശകലം ചിക്കൻ മസാലയാണ്, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന ചിക്കൻ മസാല വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, പക്ഷെ നല്ലൊരു ഫ്ലേവർ കിട്ടും ഫിഷിന്, അതുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ആ പൊടികളെല്ലാം നമുക്കൊരു പ്ലേറ്റിലിട്ട് കൊടുക്കാം. എന്നിട്ട് ശകലം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു പേസ്റ്റ് ആക്കിയിട്ട് അത് മീനിൻ്റെ 2 സൈഡിലും തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇതുപോലെ നമുക്കൊരു പേസ്റ്റ് ആക്കിയെടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. ഇത് നമുക്കിത് ആ മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇത് നമ്മുടെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. 2 സവോള, മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഇത് 6 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതിലും കുറച്ച് വെളുത്തുള്ളി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 കപ്പ് 1-ാം പാല്, 1 കപ്പ് 2-ാം പാല്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ പൊടിയാണ്. ഫ്രഷ് തേങ്ങ ആണെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം പിഴിഞ്ഞെടുത്ത പാലും പിന്നെ രണ്ടാമത് പിഴിഞ്ഞെടുത്ത പാലും അങ്ങനെ എടുത്ത് വെക്കുക. 3 ചെറിയ പീസ് കൊടംപുള്ളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. കൊടംപുള്ളി അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ തക്കാളി ആണെങ്കിലും മതി. പിന്നെ കുറച്ച് മസാലയാണ്, 1/2 ടീസ്പൂണോളം ഉലുവ, കുറച്ച് കുരുമുളക്, ഒരു ചെറിയ പീസ് പട്ട, 4-5 ഗ്രാമ്പു, 4-5 ഏലക്ക. ഇത് ഇത്രയും വെച്ച് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഫിഷ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 an hour റെസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ ഫിഷ് മാരിനേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂറായി. നമുക്കിനി അത് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ ഇതിൽ ബാക്കി വരുന്ന എണ്ണ തന്നെയാണ് ഗ്രേവിക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്, സവോള വഴറ്റാനൊക്കെ. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഫിഷ് ഒന്ന് 2 സൈഡും ഫുള്ളായിട്ടൊന്നും മൊരിയേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിനി ഗ്രേവിയിലിട്ട് അതൊന്ന് കുക്ക് ചെയ്യും. ഇപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് 2 സൈഡും മൊരിച്ചെടുക്കാം. ഇപ്പോൾ ഫിഷ് ഫുള്ള് ഞാൻ വറുത്തെടുത്തു 2 സൈഡും. ഇനി ആ മിച്ചം വന്ന എണ്ണ ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത്. എണ്ണ മിച്ചം അധികം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എണ്ണ അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഗ്രേവി ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പം ഞാൻ എണ്ണ മാറ്റി ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. എണ്ണ ഓൾറെഡി ചൂടാണ്. അപ്പം അതിലേക്ക് ഞാൻ ഉലുവ, മസാല എടുത്ത് വെച്ചത് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ പൊരിച്ച എണ്ണയുടെ തന്നെ ബാക്കി ആയതുകൊണ്ട് എണ്ണ ചൂടായിരിക്കും, പിന്നെ ചൂടാവാൻ വെയിറ്റ് ചെയ്യണ്ട. ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടി വന്നത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ ആ വറുത്ത എണ്ണ ഉപയോഗിച്ചുകൊണ്ടാണ് സവോളയ്ക്ക് ആ ഒരു നിറം. അപ്പോൾ വറുത്ത എണ്ണയിൽ അധികം ബാക്കി ഇല്ല എന്നുണ്ടെങ്കിൽ ശകല ഒഴിച്ചു കൊടുക്കാം. ഞാൻ പക്ഷേ എക്സ്ട്രാ ഒഴിച്ചിട്ടില്ല, എനിക്കതിൽ മിച്ചം വന്ന എണ്ണ ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. ഇനി സവോളയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മീൻ കഷ്ണത്തിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സവോളയുടെ കൂടെ തന്നെ ആ പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. പച്ചമുളക് നിങ്ങൾക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ശകലം വേണമെങ്കിൽ കുറയ്ക്കാം, പക്ഷേ ഇത് കുറച്ച് എരിവുണ്ട് ഗ്രേവിക്ക്. കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4 പച്ചമുളക് എടുത്താൽ മതിയാവും. ഇത് കുറച്ചൊന്ന് സോഫ്റ്റ് ആവട്ടെ. ഇപ്പോൾ സവോള സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ഫസ്റ്റ് ആണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായി ഇരുന്നപ്പോഴത്തേക്കും നമ്മൾ ഗരം മസാല ഇട്ട് പൊട്ടിച്ചില്ലേ, അതിൻ്റെ പുറകെ വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ. പക്ഷേ എണ്ണ ഓൾറെഡി നല്ല ചൂടായതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് വെളുത്തുള്ളി കരിഞ്ഞു പോവും, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. സാധാരണ നമ്മൾ മീൻകറിക്ക്
ഡയറക്റ്റായിട്ട് എണ്ണയിലോട്ടല്ലേ ഉലുവ പൊട്ടിച്ചതിന് ശേഷമല്ലേ ഇടുന്നത്, അതുപോലെ വേണമെങ്കിലും ഇടാം. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങാപ്പാലിൽ കട്ടി കുറഞ്ഞ പാല് ഒഴിക്കുകയാണ്. കട്ടി കുറഞ്ഞ പാലിനാണ് നമ്മൾ രണ്ടാം പാലെന്ന് പറയുന്നത്. അത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കണം. എന്നിട്ട് നമ്മൾ തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് പൊടികളിടും. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കും. വേണമെന്നുണ്ടെങ്കിൽ ശകലം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, എരിവ് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം. അപ്പം ഇതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ശകലം മഞ്ഞൾപ്പൊടി, അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പെപ്പർ ഞാൻ ഇടുന്നില്ല, കാരണം ഞാൻ നോക്കിയപ്പോൾ എരിവുണ്ട്. പെപ്പർ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കൊടംപുളി കഴുകിയതാണ്, അതായത് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് കുതിർത്തിയതാണ്, അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മീൻ ഇനിയിപ്പോൾ അധികം വേവേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തതാണ്. ഇത് തിളച്ചു. ഇപ്പോൾ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ട് ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിക്കണം. മീനിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇത് അധികം അടച്ചു വെച്ചൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം മീൻ ഓൾറെഡി കുക്ക്ഡാണ്. ഇതുപോലെ ഇട്ടിട്ട് നമുക്കതിന് ശേഷം കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോൾ നമുക്ക് ഗ്രേവി കിട്ടും. ഫ്രഷ് തേങ്ങയുടെ പാലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ ഒഴിക്കാവുള്ളൂ, കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഇതിപ്പോൾ ഈ മീൻ കഷ്ണങ്ങളും ഈ ഒരു തേങ്ങാപ്പാലും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. 2 മിനിറ്റ് മതി, കാരണം ഓൾറെഡി എല്ലാം നല്ല ചൂടാണ്, ഫിഷും ഓൾറെഡി കുക്ക്ഡാണ്. ഇതുപോലെ നമുക്കൊന്ന് ആ തേങ്ങാപ്പാലിൽ മിക്സ് ആവാനായിട്ടൊന്ന് വെച്ചു കൊടുക്കാം. ഇപ്പോൾ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിച്ച് മീൻ കഷ്ണങ്ങളും ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഫ്രഷ് തേങ്ങാപ്പാലാണെങ്കിൽ പറഞ്ഞ പോലെ ഒന്നാം പാൽ ഒഴിക്കുന്നതിന് മുന്നേ അടുപ്പ് ഓഫ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇനി നമ്മൾ അധികം മിക്സ് ചെയ്യുന്നത്, നമ്മൾ സ്പൂൺ വെച്ച് ഇനി അധികം മിക്സ് ചെയ്യണ്ട, കാരണം മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും, എല്ലാം വെന്തതാണ്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് മാറ്റിയേക്കാം. അപ്പോൾ നമ്മളുടെ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് 2 മിനിറ്റ് ആയി, എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. അടുപ്പ് ഓൾറെഡി ഓഫാണ്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് മീൻകറി ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്